നമ്മളിങ്ങനെ ക്യാമറ ഒക്കെ പിടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ പോസ്റ്റൊക്കെ ചെയ്യും കണ്ടോ സീനാണ് അതിനെ വെച്ചോ. மூலிகை தண்ணி உடம்புக்கு நல்லது ஹெல்த்துக்கு நல்லது. ஓஹோ, இந்த தண்ணி ஹெல்த்துக்கு நல்லது. அப்படியா? அதுதான் எனக்கு தெரிய வேண்டது. ഹലോ ഗായ്സ്, ഗുഡ് ഈവനിങ്. തെങ്കാശിയിലെ മൂന്നാമത്തെ എപ്പിസോഡാണ് കേട്ടോ. കുട്രാളം വാട്ടർഫാൾ, തെക്കൻ തമിഴ്നാടിന്റെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു വാട്ടർഫാൾ ആണ് കാണാൻ പോകുന്നത്. ഇപ്പൊ സമയം 5 മണിയായിട്ടുണ്ട്. ആ ഒരു എന്താ പറയാ, ഈ ഒരു ഈവനിങ് വൈബ് കുട്രാളം വാട്ടർഫാൾ. പിന്നെ ഒന്നും നോക്കണ്ട, വെച്ച് പിടിക്കല്ലേ. നേരെ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് ഉണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ ബസ് കിട്ടും. പോയി നോക്കാം, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. നേരെ വീടില്ലേ. അപ്പൊ ഗൈസ്, കുട്രാളം മെയിൻ ആയിട്ടുള്ള ഒരു വാട്ടർഫാൾസിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവാണ് കേട്ടോ. മെയിൻ വാട്ടർഫാൾസ് എന്ന് പറഞ്ഞിട്ട് മേലേക്ക് ഒരു ഏരോ കാണിച്ചു. അത് കണ്ടിട്ട് സൺലൈറ്റ് ഒക്കെ മങ്ങി തുടങ്ങാൻ പോവാണ്. 5:45 അതുകൊണ്ട് തന്നെ ചാടി പുറപ്പെട്ടിട്ട് ഇങ്ങോട്ട് കീഞ്ഞ് വിളിഞ്ഞിട്ട് പോകുന്നു. ബാക്കിയൊക്കെ നമുക്ക് നോക്കാം. അവിടെ ഒരു വാട്ടർഫാൾസ് കാണുന്നുണ്ട്. ഇത് മെയിൻ ആണോ, ഇത് ഏത് വാട്ടർഫാൾ ആണ് അണ്ണാ? இந்த വാട്ടർഫാൾസ് ആണേ മെയിൻ വാട്ടർഫാൾ. സ്ട്രൈറ്റാ പോയി മെയിൻ ഫാൾസ്. ഓക്കെ ഓക്കെ ഓക്കെ. സ്ട്രൈറ്റാ പോയി റൈറ്റാ പോകുന്നത്. അപ്പൊ അങ്ങനെ ആവട്ടെ, സ്ട്രൈറ്റ് പോയിട്ട് റൈറ്റ് പോവാ. അപ്പൊ മെയിൻ ആയിട്ടുള്ള ഫാൾസ് നമുക്ക് കാണാൻ പറ്റും. ഇതിന്റെ പരിസരങ്ങളിലായിട്ട് ഒരുപാട് എന്താ പറയാ, ഒരുപാട് ഷോപ്പുകൾ ഉണ്ട് കേട്ടോ. ടീഷർട്ടുകളൊക്കെ നോക്കിയാ ഒരു രക്ഷയില്ലാത്ത ഐറ്റംസുകള്. പോകുന്ന വഴി ഇങ്ങനെ കണ്ടപ്പോ ഇങ്ങനെ കാണിച്ചു തരുന്നു കേട്ടോ, വേറെ ഒന്നുമില്ല. എന്തായാലും പോവാണ്, അപ്പൊ ജസ്റ്റ് ഒന്ന് കാണിച്ചു കഴിഞ്ഞാ സംഭവം കളറല്ലേ. അവിടെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഏതെടുത്താലും 10 എന്നാണ് തമിഴിലാണ് എഴുതി വെച്ചിട്ടുള്ളത്. RS ഏതെടുത്താലും 10 ആണെന്നുണ്ടെങ്കിൽ സീനാണല്ലോ. ഒന്ന് പോയി നോക്കാം. അക്കാ ഏതെടുത്താലും 10 എന്ന് പറഞ്ഞിട്ട് വലിയ ബോർഡൊക്കെ വെച്ചിട്ട് ഒരു ചെറിയ ബോർഡ് ഇതാ ഇവിടെ തൂക്കിയിട്ടുള്ളത്. 20 എന്നൊക്കെ പറഞ്ഞിട്ട്, എല്ലാത്തിനും 20 കേട്ടാ. ഇനി അതിന്റെ അങ്ങോട്ട് പോകുമ്പോഴേക്കും ചിലപ്പോ 30 ആവും, ചിലപ്പോ 50 ആവും. നമുക്ക് ഫാൾസ് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം. ഇവിടെയൊക്കെ ഇവിടെ എല്ലാരും മെയിൻ ആയിട്ട് വരുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, ഈ ഒരു ഫാൾസിൽ കുളിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കണ്ടില്ലേ, എല്ലാരും നനഞ്ഞിട്ട് വരുന്നുണ്ടല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വാട്ടർഫാള് കാണുന്നുണ്ട്, ഫാൾസ് എല്ലാം കാണുന്നുണ്ട്. ഇനി ഇതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങള് അതിലേക്ക് നമുക്ക് ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം. തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയിലെ തെങ്കാശി പട്ടണത്തിനും ചെങ്കോട്ടയ്ക്കും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് കുറ്റാലം. മലനിരകൾക്കിടയിലുള്ള കുന്നിൻ ചെരുവുകളും മനോഹരമായിട്ടുള്ള കുറേ വെള്ളച്ചാട്ടങ്ങളാണ് കേട്ടോ ഇവിടുത്തെ സഞ്ചാരികളുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഏകദേശം 8ഓളം വെള്ളച്ചാട്ടങ്ങൾ ഈ ഒരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിൽ മെയിൻ ഫാൾസ് കാണുന്നതിനായിട്ടാണ്, കുട്രാളം വാട്ടർഫാൾസ് കാണുന്നതിനായിട്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത് കേട്ടോ. ഒരുപാട് ഉയരങ്ങളിൽ നിന്ന് പാറക്കെട്ടുകൾക്കിടയിലൂടെ വീഴുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പോഷക ഗുണങ്ങളുള്ള വെള്ളമാണ് കേട്ടോ ഇവിടുത്തെ. അതുകൊണ്ട് തന്നെ ശരീരത്തിനും ആരോഗ്യത്തിനും നല്ലതാണെന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്പൊ ഇതാണ് ഗൈസ് ഈ ഒരു വാട്ടർഫാളിന്റെ മെയിൻ ഫോൾസിന്റെ ഒരു താഴെ നിന്നിട്ടുള്ളൊരു അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഒരുപാട് ആളുകൾ ഇവിടെ കുളിക്കാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ് ഉള്ളത്. എന്താ പറയാ, സംഭവം നല്ല രസമായിരിക്കും. പക്ഷെ നമ്മൾ അതിന് തുനിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. നമുക്ക് വേറെ ഡ്രസ്സൊന്നുമില്ല, നമ്മൾ ബസ്സിൽ വേണം പോകാനായിട്ട്, വേറെ വണ്ടിയും വാഹനങ്ങളൊന്നും ഇല്ലല്ലോ. അങ്ങോട്ട് നോക്കിയേ.
மூலிகை தண்ணி ஆ உடம்புக்கு நல்லது, உடம்புக்கு நல்லது, ஆரோக்கியம், ஹெல்த்துக்கு நல்லது. ஓஹோ, இந்த தண்ணி ஹெல்த்துக்கு நல்லது. அப்படியா? அதுதான் எனக்கு தெரிய வேண்டது. மூலிகை 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 தண்ணி உடம்புக்கு ஹெல்த்துக்கு நல்லது, உடம்பு ஆரோக்கியம். ஓகே ஓகே ஓகே. சாப்பு 5 ஃபால்ஸ் இருக்கா? ஓஹோ, இதுக்கு மேலே இதுதான் மெயின் ஃபால். மெயின் பால்ஸ், பைப் பால்ஸ், பழைய குற்றாலம். குற்றாலம் பழைய குற்றாலம். 5 ஃபால்ஸ் இருக்கு ഇങ്ങ. ഓക്കെ, അപ്പോൾ ഇവിടെ 5 ഫാൾസ് ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഇതാണ് അതിൽ വന്നിട്ട് മെയിൻ ഫാൾസ്. ഇവിടെ മെയിൻ അരുവി. ഇവിടെ വന്ന് എന്താ പറയാ, ഈ ഒരു വെള്ളത്തിന്റെ താഴെ നിന്നിട്ട് കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആരോഗ്യപരമായിട്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കുട്രാളം വാട്ടർഫാൾസിലെ വിശേഷങ്ങളും കാര്യങ്ങളായിട്ട്. സമയം 6 മണി ആയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഇപ്പോഴും വന്നിട്ട് കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവിടെയൊക്കെ കണ്ടില്ലേ, ലേഡീസ് ആയാലും ജെൻസിന്റെ സെക്ഷൻ ആയി കഴിഞ്ഞാൽ 2 സെക്ഷൻ ഉണ്ട് കേട്ടോ. ഇടയിലൊരു മറ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്താ പറയാ, ഒരുപാട് ആളുകൾ, 2 കൂട്ടർ, ഒരുപാട് ജനങ്ങളുണ്ട് കേട്ടോ. ഇവിടെ ആയാലും അവിടെ ആയാലും ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ്. പോട്ടെ? ഓക്കെ, ഡണ്ണ്. അപ്പോൾ ഇതാ അവിടെ ആകെ നിറഞ്ഞു നിൽക്കുക കേട്ടോ. നൈസായിട്ട് പുറകോട്ട് പോകാം. നമുക്ക് എന്തായാലും കുളിക്കാനുള്ളൊരു പ്ലാനൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഡ്രസ്സ് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. പിന്നെ ബസ്സിൽ പോകേണ്ടതാണ്. വെറുതെ നനഞ്ഞ് പിണ്ടിയായിട്ട് അഭ്യാസങ്ങൾ കാട്ടിയിട്ട് വെറുതെ കാര്യമൊന്നുമില്ല. സീനാണ് ഗൈസ്. നേരെ പോകാൻ നോക്കാം. അപ്പോൾ നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്, എന്താ പറയുക, ഒരുപാട് വ്യത്യസ്ത നാടുകളിൽ നിന്നും ഈ ഒരു പോഷക വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ വരുന്നവർക്കായിട്ട് എന്താ പറയുക, വെൽക്കം ചെയ്യാനായിട്ട് ഒരുപാട് അതിഥികളുണ്ട് കേട്ടോ ഇവിടെ. അല്ല, അതിഥികളെ വരവേൽക്കുന്നതിനായിട്ട് ഇവർ തന്നെ ഇരിക്കുന്നുണ്ട്. ഓരോ സെക്ഷനിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഒരു വലിയ ശല്യക്കാരൊന്നല്ല, അത്ര വലിയ ഡേഞ്ചറായിട്ടുള്ള ടീമുകളൊന്നുമല്ല. അപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. എന്നാൽ ശരി എന്നാൽ ഓക്കെ, ബൈ. അപ്പോൾ അങ്ങനെ ആവട്ടെ. ഇതിൻ്റെ കയ്യിൻ്റെ അവിടെയൊക്കെ കണ്ട മുറിഞ്ഞിട്ട് എന്തോ സീനായിട്ടുണ്ട്. അമ്മാതിരി പാറക്കെട്ടിൻ്റെ മേലെ നിന്നല്ല ചാടി കഴിഞ്ഞ് വലിഞ്ഞ് വരുന്നത്, പിന്നെ വെറുതെ അല്ല മുറിയുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് ചെരുപ്പുകളും കാര്യങ്ങൾ. നമുക്ക് ഇനി ഇതിലേക്ക് കിടക്കാം. ഇതെന്നാ മിൽക്കാ? ബദാം മിൽക്ക്. അത് പ്രിപ്പയർ പണിയിട്ട് ഇருக்கு. ഐ സി. അപ്പോൾ ബദാം മിൽക്ക് അവൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെയാണ് അവൻ പറയുന്നത്. എനിക്ക് മനസ്സിലായിട്ടൊന്നുമില്ല. എന്തായാലും ആവട്ടെ. ബദാം മിൽക്ക് തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അത്രയും മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇവിടെ ഒരുപാട് എന്താ പറയുക, ഒരുപാട് ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ട്. 2 സൈഡല്ലോ. അതിപ്പോൾ എവിടെ പോയി കഴിഞ്ഞാൽ, ഏതൊരു ടൂറിസ്റ്റ് പ്ലേസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഇതാണല്ലോ. ഇത്ര വലിയ പ്രത്യേകതകളൊന്നുമില്ല. 2 സൈഡിൽ ഒരുപാട് കാര്യങ്ങളായിട്ടുണ്ട്. ഇവിടെ നല്ല അടിപൊളി കിട്ടുക്കാച്ചി ചിപ്സ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല തിളച്ച എണ്ണയിൽ ഇങ്ങനെ വാരി കോരി ഇളക്കി മറിച്ച് കോരി എടുത്തുകൊണ്ട് ദാണ്ട് ഈ അലമറയിലേക്കുണ്ട് കൂട്ടിയിട്ട് അവിടെ വെച്ചിട്ട് കച്ചവടം. ഫ്രഷ്. ഇനി ഇതൊന്നും പോരാന്നുള്ളവർക്കായിട്ട് ദാണ്ട് ഇവിടെ വരിയായിട്ട് ഇങ്ങനെ ഐറ്റംസുകൾ, വെറൈറ്റി ഐറ്റംസുകൾ ഇങ്ങനെ നിരയായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഈ ഒരു സാധനം കണ്ടോ, വേറെ ഒന്നുമല്ല, പൊട്ടറ്റോ ചിപ്സാണ് കേട്ടോ. അതായത് ആ ഒരു സ്റ്റിക്കിൽ കുത്തിയിട്ട് ഇങ്ങനെ മറ്റേ സാധനം വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുത്തിട്ട് ഇത് ഫ്രൈ ചെയ്തിട്ട് പിന്നെ അതിൽ കുറേ പൊടികളൊക്കെ വാരി കോരിയിട്ടിട്ടും തരും. സംഭവം കുഴപ്പമൊന്നുമില്ല, എന്നാലും നല്ല ഇറക്കും. ഇതാണ് ഉള്ളിവട, ബജികൾ, പിന്നെ പരിപ്പ് വട. ഇതാണ് പൊട്ടറ്റോ ചിപ്സ് അല്ല, കപ്പ ചിപ്സാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഐറ്റം കണ്ടോ, തമിഴ്നാട്ടിൽ ഈ ഒരു ഭാഗത്ത് ഏതൊരു ചായക്കടയിൽ കയറി കഴിഞ്ഞാൽ എണ്ണക്കടികൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു മുറുക്ക് മസ്റ്റ്. അപ്പോൾ നമ്മൾ അവിടെ നിന്നെല്ലാം ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കുട്രാളം വാട്ടർഫോൾസും ചുറ്റിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതിൽ മനോഹരമായിട്ടുള്ള ഒരുപാട് വീഡിയോസുകൾ വരാനുണ്ട്. ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്, സപ്പോർട്ടൊക്കെ കണ്ട് അള്ളി വീശിക്കൊള്ളുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.